ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാഹചര്യമാണ് നമ്മളെ പല രീതിയിലും മാറ്റിമറിക്കുന്നത്, അല്ലേ? നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്നത് നമ്മുടെ സാഹചര്യമാണ്. അപ്പോൾ അതേക്കുറിച്ചിട്ടുള്ളൊരു കൊച്ചു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. ഞാനത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത് നമ്മുടെ സാഹചര്യമാണ്. അല്ലാതെ ആരും നമുക്കൊന്നും പഠിപ്പിച്ച് തരികയോ ഒന്നും തന്നിട്ട് നമ്മളെ സഹായിക്കുകയോ അല്ല ചെയ്യുന്നത്. നമ്മുടെ സാഹചര്യമാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നത്. ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ് പിന്നീട് വലിയൊരു നിലയിലെത്തി എന്നുള്ളത് നമ്മൾ അറിയുന്നതിലെ അവരുടെ ജീവിത സാഹചര്യമാണ് അവരെ കൊണ്ടുപോകുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും ഒന്നാവണം, എന്തെങ്കിലും ഒരു നേട്ടം വേണം. ഇങ്ങനെയൊക്കെ അവർ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ കൊണ്ട് അവർ ചിന്തിക്കുന്നു, അവർ അതിനായിട്ട് ശ്രമിക്കുന്നു, അല്ലേ? കഷ്ടപ്പെട്ടവർ മാത്രമേ ഒരു നല്ല നിലയിൽ എത്തിയൊരു കഥയുണ്ടായിട്ടുള്ളൂ. നമ്മളൊക്കെ കേൾക്കുന്നതും കാണുന്നതും അതാണ്, അല്ലാതെ ഒരു മോട്ടിവേഷനൊന്നല്ല കേട്ടോ. നമ്മുടെ അനുഭവങ്ങളും നമ്മൾ കാണുന്ന കാഴ്ചകളും നമ്മളെ ചുറ്റുപാടുകളുമാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. ചെറുപ്പം മുതലേ ഒരു കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ ഒന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്ത ഒരാൾ നല്ലൊരു നിലയിലെത്തിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. അവർക്ക് അങ്ങനെ തോന്നില്ല, അവർക്ക് ഇന്നത് വേണം ഇന്നത് ചെയ്യണം എന്നൊന്നും തോന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ വിചാരിക്കുമ്പോഴത്തേന് അവരുടെ കയ്യിലെത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അല്ലേ? അങ്ങനെ വളരുന്ന കുട്ടികളായാൽ പോലും അവർക്ക് പിന്നീട് ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാവില്ല. കാരണം അതവർക്ക് ആവശ്യപ്പെടുന്ന സാധനം അവരുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിൽ വളരുന്ന ഒരു കുട്ടിക്ക് നല്ല നിലയിലെത്തി വരും. അത് ചിലപ്പോൾ നമ്മൾ വലിയ പണക്കാരനാകും എന്നല്ല പറയുന്നത്, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പറ്റും. കാരണം ഒറ്റയ്ക്ക് എന്തും ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം, ഒരു ബോൾഡായി വരാനുള്ളൊരു കഴിവ് വരെ നമുക്ക് ഉണ്ടായേക്കാം. ഇപ്പം നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അതായത് ഒരാളോട് പെരുമാറാനുള്ള ഒരു രീതി നമ്മൾ പഠിച്ചേക്കാം. ഇതൊക്കെ നമ്മുടെ സാഹചര്യങ്ങളാണ്. കാരണം നമ്മളൊരു ഫാമിലിയിൽ നിന്ന് ഒരു ഫാമിലിയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ പോലും ചിന്തിക്കാത്തത്ര സുഖങ്ങളായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്, അല്ലേ? ഞാൻ കുറച്ച് മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലേ? എൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു മോട്ടിവേഷനല്ല, എന്നാലും എൻ്റെ ഒരു സാഹചര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരുപാട് ടൈം വേസ്റ്റ് ആക്കാതിരിക്കുക, ആ ടൈം ഉള്ളത് നമ്മൾ യൂസ്ഫുൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ അത് തീർച്ചയായിട്ടും കാണുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും നമുക്ക് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ സാഹചര്യം നമ്മളെ നല്ല നിലക്കും ചീത്ത നിലക്കും കൊണ്ടെത്തിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കുക. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് നന്മകളേ വരുള്ളൂ. പിന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന, ഇപ്പം നമ്മൾ യൂട്യൂബിൽ തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ മിക്ക യൂട്യൂബേഴ്സും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ കഷ്ടപ്പാടിൽ നിന്ന് വിജയിക്കണം എന്ന് തോന്നിയിട്ടുള്ള മിക്ക ആളുകളുമാണ് നമ്മളെ യൂട്യൂബേഴ്സുകൾ. ഭർത്താക്കന്മാർക്ക് ഒരുപാട് കടങ്ങളുള്ളവരോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളാണ് യൂട്യൂബിലൊക്കെ വരുന്നത്. എന്നിട്ട് അവരുടെ സക്സസ് സ്റ്റോറികളൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ നമുക്കൊരുപാട് പാഠങ്ങളാണ്, അല്ലേ? നല്ല നല്ല വീഡിയോസുകളൊക്കെ അങ്ങനത്തെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കതിലേക്ക് ഉള്ളൊരു മോട്ടിവേഷനായിരിക്കും. അതുപോലെ ഒരുപാട് കഷ്ടപ്പെടുന്നവർക്കാണ് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നുന്നത്. അല്ലാതെ ഇപ്പോൾ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ഉള്ളവർക്ക് ഇതിനോടൊന്നുള്ള താല്പര്യം ഉണ്ടാകില്ല. ഇപ്പം ഞാൻ തന്നെ എൻ്റെ അനുഭവം പറയട്ടെ. ഞാൻ തന്നെ ഒരാളോട് അധികം സംസാരിക്കാത്ത ഒരാളായിരുന്നു. ഒരാളോടും അധികം സംസാരിക്കാറില്ല. പിന്നെ ഒരാളോട് അധികം സംസാരിക്കാറില്ല. അങ്ങനൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടുമില്ല. നമുക്കിപ്പം നമ്മുടെ ചെറിയൊരു ലൈഫിൽ അങ്ങനെ ഇല്ല. പിന്നെ ഇപ്പം ഞാൻ യൂട്യൂബിൽ വരെ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യം, അല്ലേ? അപ്പോൾ അതിനനുസരിച്ചുള്ള ഓരോരോ ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളും, പിന്നെ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുതെ ഇരുന്നിട്ട് ടൈമിന് വേസ്റ്റ് ആക്കാതെ എന്തെങ്കിലും ഒന്നിൽ നമ്മൾ ആക്റ്റീവായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ഒക്കെ ഒരു സമാധാനം കിട്ടും. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്.
അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് വെറുതെ ഇരുന്നൂടെ. ഇപ്പം ഒരു ചാനലിലത്തെ വീഡിയോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചാനലിലേക്ക് എന്തെങ്കിലും ഇടാനുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഫുൾ ബിസി ആയിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെ മൈൻഡ് ഫ്രീ ആകും. പിന്നെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. മോട്ടിവേഷനായിട്ടൊന്നും കൂട്ടണ്ട, ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ സാഹചര്യമാണ് നമ്മളെ മാറ്റിമറിക്കുന്നത്, നമ്മുടെ ലൈഫ് മാറ്റിമറിക്കുന്നത്. അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു സോ മച്ച്.